ഈ വരുന്ന ഡിസംബർ 3, 4, 5 തീയതികളിൽ 7 മണിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിലെ തുറസരങ്ങിൽ ഒരു നാടക രംഗാവതരണം നടക്കുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു അവതരണമാണിത്. നാടകത്തിൻ്റെ പേര് മരിക്കാൻ വിസമ്മതിക്കുന്ന ഞങ്ങൾ, വി ഹു റിഫ്യൂസ് ടു ഡൈ. KJ ബേബിയുടെ അവസാനത്തെ തിരക്കഥ സ്നേഹപൂർവം പ്രിയപ്പെട്ട ലൂയിസിന് അതിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത നാടകകൃതിയാണ് വി റിഫ്യൂസ് ടു ഡൈ. ഈ നാടക രംഗാവതരണത്തിന് വേണ്ടി ഇങ്ങനെയൊരു തിരക്കഥ എഴുതിയിട്ടുണ്ടെന്നറിഞ്ഞ് ശ്രീമതി ശാന്തിപ്രിയയെ ഞങ്ങൾ സമീപിക്കുകയും ബഹുമാന്യനായ സിവിക് ചന്ദ്രൻ വഴി അത് നാടക രംഗാവതരണത്തിന് അനുമതി നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു തിരക്കഥ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു നാടകം രൂപീകരിച്ചെടുക്കുകയും തിരക്കഥയിൽ ഉള്ള നാടകീയത കുറവ് പരിഹരിക്കാനായി ബർട്ടോൾഡ് ബ്രെഖ്റ്റിൻ്റെ ബഹുമാന്യനായ സച്ചിദാനന്ദൻ്റെ പരിഭാഷയിലുള്ള ദ ട്രയൽ ഓഫ് ലൂക്കലസ് എന്ന നാടകം കൂടെ ഉപയോഗിക്കുകയുണ്ടായി. കൂടാതെ പ്രൊഫസർ ജി ശങ്കരപ്പിള്ളയുടെ ഗുഹ, ബ്രെഖ്റ്റിൻ്റെ തന്നെ കവിതകളുടെ പരിഭാഷ, ചില തോറ്റം പാട്ടുകൾ, ഇവയെല്ലാം ചേർത്ത് ഒരു മെറ്റാ തിയേറ്ററിൻ്റെ സാധ്യതയാണ് ഞങ്ങൾ വി ഹു റിഫ്യൂസ് ടു ഡൈ, മരിക്കാൻ വിസമ്മതിക്കുന്ന ഞങ്ങൾ എന്ന നാടകത്തിലൂടെ സാധ്യമാക്കുന്നത്. കർഷക പോരാട്ടങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ആദ്യമായി ആത്മഹൂതിയിലൂടെ സമരത്തിൻ്റെ പുതിയ ചരിത്രം രചിച്ചയാളാണ് ലൂയിസ്. താൻ പുറത്താക്കപ്പെട്ട കൂടല്ലൂർ എന്ന സ്ഥലത്ത് തന്നെ അവിടുത്തെ RTO ഓഫീസിന് മുമ്പിൽ സ്വയം ആത്മഹൂതി നടത്തി പുറത്താക്കലുകളെ, പുറന്തള്ളലുകളെ എല്ലാം ചെറുത്തു നിന്ന കർഷകനും അഭിനേതാവുമായിരുന്നു ശ്രീ ലൂയിസ്. ലൂയിസിൻ്റെ മരണത്തെ അധികരിച്ച് അപ്പോൾ തന്നെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള തെരുവ് നാടകം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. കോഴിക്കോട്ടെ കുറേ അധികം കലാകാരന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പേര് തീപിടിച്ച ആത്മാവ് എന്നായിരുന്നു. ചരിത്രപരമായി വളരെ പ്രസക്തിയുള്ള ഒരു നാടക വിഷയവും അതിലേറെ 1970കളിൽ മലയാള നാടകവേദിയിൽ തന്നെ അവതരണ രീതിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച നാടുഗദ്ദിക, പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുള്ള മാവേലി മന്ത്രം തുടങ്ങി അനവധി കൃതികളിലൂടെയും കനവിൻ്റെ പ്രവർത്തനങ്ങളിൽക്കൂടെയെല്ലാം രാഷ്ട്രീയവും സാമൂഹികവും കലാപരവുമായ മാറ്റത്തിന് ശ്രമിച്ച ബേബിയുടെ അവസാനത്തെ സർഗാത്മക സൃഷ്ടി എന്ന നിലയിലും ഈ നാടകാവതരണത്തിന് പ്രസക്തിയുണ്ട്. 3, 4, 5 തീയതികളിൽ നടക്കുന്ന 7 മണിക്ക് നടക്കുന്ന അവതരണത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നന്ദി.